ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂജനങ്ങളുടെ ആശ്രയമായ ഇത്തരം സ്ഥാപനങ്ങളെ അനാവശ്യമായി കരിവാരി തേക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാകുന്നു എന്നത് നിർഭാഗ്യകരമായൊരു വശമാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഡോക്ടർ രാജീവ് കുമാർ അലക്ഷ്യമായാണ് ഇടപെട്ടത് എന്നും ശസ്ത്രക്രിയയെ ഗൗരവമായി എടുത്തില്ല എന്നും എഫ്ഐആർ. വീഴ്ച വരുത്തിയത് ആരാണെങ്കിലും കർശന നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഈ വിഷയത്തിലാണ് കുറച്ചു മുമ്പ് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം കൂടി കേട്ടത്. നമ്മളോടൊപ്പം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ഈ ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സുമയുടെ ബന്ധു സബീർ, ഒപ്പം ഹർഷന. നമുക്ക് ഓർമ്മയുണ്ടാവും ഹർഷനെ. ഈ സിസ്റ്റത്തിന്റെ തന്നെ പിഴവ് കൊണ്ട് വയറ്റിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങി വർഷങ്ങളായി അതിന്റെ വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഹർഷന. സമരങ്ങളിലൂടെ, പ്രതിഷേധങ്ങളിലൂടെ, പ്രതിരോധങ്ങളിലൂടെ ഈ സംവിധാനത്തിൽ നിന്ന് നീതി തേടിയെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും ഹർഷന തുടരുകയാണ്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്ന വിഷയമാണ്. നമ്മളോടൊപ്പം ഡോക്ടർ SS ലാലുണ്ട്. അദ്ദേഹം ആരോഗ്യ വിദഗ്ധനാണ്. കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ നേതാവാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നത്. ശ്രീ സബീർ, ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ 10-11 മണിക്ക് മാതൃഭൂമി ന്യൂസിൽ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ബ്യൂറോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചികിത്സാ പിഴവുണ്ടാകുന്നു, അതിന്റെ പേരിൽ ഈ ഗൈഡ് വയർ ഉള്ളിൽ കുടുങ്ങി, നെഞ്ചിൽ കുടുങ്ങി സുമയ്യ കഴിഞ്ഞ കുറേ നാളുകളായി ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവിശ്വസനീയമായ ഒന്നായിരുന്നു. കാരണം ഇത്രമേൽ ഗുരുതരമായ സ്വഭാവത്തോടു കൂടിയുള്ള വീഴ്ച ഒരു ശസ്ത്രക്രിയക്കിടെ ഉണ്ടാവുക, അതുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന് പരിഹാരം കാണാതെ ഇത് തുടരട്ടെ, ഇതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന നിലപാട് ഒരു ആരോഗ്യ മേഖല സ്വീകരിക്കുക, ഡോക്ടർമാർ സ്വീകരിക്കുക എന്നതുപോലും പ്രാഥമികമായി വാർത്ത വരുമ്പോൾ പോലും അവിശ്വസനീയമായിരുന്നു. എവിടെ വെച്ച് എന്തു പിഴവ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സുമയ്യ പറയുന്നത്? 2023 3-ാം മാസം അഡ്മിറ്റായി സുമയ്യ. സർജറി നടന്നത് അതേ മാസം തന്നെയാണ് 22-ാം തീയതി, 2 ദിവസത്തിനുള്ളിൽ സർജറി നടന്നു. ഈ സർജറിക്ക് മുമ്പ് തന്നെ ഡോക്ടർ രാജീവുമായി നിരന്തരം ചികിത്സയുടെ ആവശ്യമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം, അതായത് 2025 മാർച്ച് 2-ന് സുമയ്യ ഈ ഗ്രന്ഥി, അതായത് തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റിയതിൻ്റെ പേരിൽ RCC ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് RCCയുടെ നിർദ്ദേശപ്രകാരം ഒരു എക്സ്റേ എടുത്തിരുന്നു. ആ എക്സ്റേയിലാണ് ഇത് തെളിഞ്ഞത്. അതായത് സുമയ്യയുടെ ഉള്ളിൽ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയർ ഉണ്ട് എന്ന് തെളിഞ്ഞത്. പക്ഷെ അതിനുശേഷം ഈ ഡോക്ടർ നിരന്തരം ഡോക്ടറിനെ ഈ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അന്ന് RCCയിലെ ഡോക്ടർ അടക്കം പറഞ്ഞത് ഇത് പരാതി കൊടുക്കണം, ഇത് ഡോക്ടറിനെ പറ്റി ഏറ്റവും വലിയ വീഴ്ചയാണെന്ന് RCCയിലെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ കുടുംബം, അതായത് സുമയ്യയും സുമയ്യയുടെ അമ്മയും മാത്രമാണ് ഈ ചികിത്സയുടെ തുടക്കം മുതൽ ഈ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഇത് ബന്ധു നിലയ്ക്ക് എന്നോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ വിളിച്ചു, ഈ സർജറിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന എക്സ്റേയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, എന്താണ് ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഒരു വീഴ്ച പറ്റി എന്ന ഒരു കാര്യം ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞു, ഡോക്ടർ മാത്രമായിരിക്കില്ലല്ലോ, കാര്യം ആ യൂണിറ്റിലെ മുഴുവൻ ആളുകളും ചേർന്ന് ചെയ്തതാണല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, എൻ്റെ നിയന്ത്രണത്തിലാണ്, പക്ഷേ ഞാൻ ഇതിലൊരു വിധ ബന്ധവുമില്ല. പക്ഷെ നമുക്ക് സംശയിക്കേണ്ട ഒരു സംഗതി, സർജറി ഏത് രോഗിക്കും സർജറി കഴിഞ്ഞാൽ എക്സ്റേ സർജറിക്ക് ശേഷം എടുക്കണമെന്ന് നിയമമുണ്ട്. അല്ലെങ്കിൽ എല്ലാ സർജറിക്ക് ശേഷം എടുക്കാറുണ്ട്. പക്ഷേ അവിടെ എക്സ്റേ, സർജറിക്ക് ശേഷം എടുത്ത എക്സ്റേ ഈ കുടുംബത്തിനെ ഒന്ന് കാണിക്കാൻ ഡോക്ടർ തയ്യാറായില്ല. അന്ന് ഈ സർജറി കഴിഞ്ഞിട്ട് എടുത്ത എക്സ്റേയിൽ ഇത് തെളിഞ്ഞിട്ടുണ്ട് എന്നത് ഡോക്ടറിന് ബോധ്യമുണ്ടായിരുന്നു.
ഓക്കെ, അതായത് എന്നിട്ട് എക്സ്റേ പോലും ആ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ കുടുംബത്തിനോട് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, അങ്ങനെ ഒരു ബന്ധുക്കളെന്ന നിയമമുണ്ട്, ശരിയാണ്. പക്ഷെ എക്സ്റേ എടുത്തിട്ടുണ്ട്, അതിന് വിധേയമായിട്ടുണ്ട് എന്ന് സുമയ്യ തന്നെ പറഞ്ഞു അല്ലേ? എക്സ്റേ എടുത്തിട്ടുണ്ട്. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അത് കൊടുത്തിട്ടില്ല. ഓക്കെ, ആ എക്സ്റേ കൊടുത്തില്ല. പിന്നെ ആ കുടുംബം ഈ വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് അന്ന് ചെയ്തത്. ശരി. പക്ഷേ അന്ന് തന്നെയാണ് ഡോക്ടറിന് അറിയാമായിരുന്നു. കഴിഞ്ഞ 2 വർഷം ഈ ഡോക്ടർ ഇതിനെ മറച്ചു വെച്ചു. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് ഈ RCCയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഈ കുടുംബം അറിയണത്. അതുവരെയും ഡോക്ടർ എന്ത് ചെയ്യില്ല. പക്ഷേ അതിനുശേഷം സുമയ്യ നിരന്തരമായി ഇത് അറിഞ്ഞതിന് ശേഷം ഡോക്ടറുമായി നിരന്തരമായി ഈ ഒരു കാര്യം സുമയ്യക്ക് ശ്വാസം മുട്ടൽ, അതോടൊപ്പം തന്നെ കാലിൽ നീര്, ഇങ്ങനെയൊക്കെ ഈ സർജറിക്ക് ശേഷം കണ്ടിരുന്നു. ഇതൊരു ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പരാതി പറയാൻ, അതോടൊപ്പം തന്നെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ രാജീവ് ഡോക്ടർ അടങ്ങുന്ന കുറച്ച് ആളുകൾ ഈ സുമയ്യയും സുമയ്യയുടെ അമ്മയെയും വിളിച്ച് ഒരു വിദഗ്ധ സമിതി കൊണ്ട് അവിടെ കൊണ്ട് ആ സമിതി ഡോക്ടർമാരൊക്കെ വരുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് നമുക്കൊരു പരിഹാരം കാണാം, നിങ്ങളിത് പരാതിയൊന്നും പുറത്ത് കൊടുക്കരുത്, കാരണം ഇത് ഒരു അബദ്ധം പറ്റിയെന്ന രീതിയിലാണ്. പക്ഷെ ആ രീതിയിൽ ഇവരെ ഒരു സമാധാനപ്പെടുത്തി ആ കുടുംബത്തിനെ നിരന്തരം ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ അല്ലാതെ ആ സുമയ്യക്ക് തുടർ ചികിത്സയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സുമയ്യക്ക് വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും പരിഹരിക്കാൻ ഈ പറഞ്ഞ രീതിയിൽ ഡോക്ടർമാർ ഇടപെട്ടിട്ടില്ല. ഈ ഇടയ്ക്ക് RCC പോയതിനു ശേഷം കുറച്ച് സാമ്പത്തിക കൈമാറ്റം നടത്തുകയും അത് കൊടുത്ത് അത് സുമയ്യ ഈ എക്സ്റേ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് സുമയ്യ അറിഞ്ഞു എന്ന് ഡോക്ടർ അറിഞ്ഞതിന് ശേഷം എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ഒരു 5000 രൂപ, അല്ലാതെ മൊത്തം ഒരു 5000, ടോട്ടൽ ഒരു 5900 രൂപ, എന്തോ 6590 രൂപ, അത് സുമയ്യയുടെ ഗൂഗിൾ പേയിൽ ഈ രാജീവ് ഡോക്ടർ അയച്ചു കൊടുത്തിരുന്നു. ഓക്കെ മിസ്റ്റർ സബീർ, ഞാൻ ഒറ്റ കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചോളട്ടെ. ഇതല്ലാതെ തുടക്കത്തിലോ മറ്റോ ഈ സുമയ്യയിൽ നിന്ന് പണം ആരെങ്കിലും സ്വീകരിക്കുന്ന സമീപനമുണ്ടായോ? പണം വാങ്ങുന്ന പ്രശ്നമുണ്ടായോ? സുമയ്യയുടെ മാത്രമല്ല, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ പുറത്ത് ഒരു നെടുമങ്ങാട് എന്ന സ്ഥലത്ത് ഒരു കൺസൾട്ടിങ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അവിടെ ഈ രോഗികളായ ആളുകൾ അവിടെ പോയിട്ട് ഡോക്ടറിനെ കാണുകയും പൈസ കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതുമാതിരി സുമയ്യയും ചെയ്തു. സുമയ്യയും ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും ഒരു എമൗണ്ട് അല്ല, പോകുമ്പോഴൊക്കെ കൈക്കൂലി എന്ന നിലയ്ക്ക് ഡോക്ടറിന് കൊടുക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ്റെ ഡേറ്റ് പെട്ടെന്ന് കിട്ടണം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, 20-ാം തീയതി അഡ്മിറ്റ് ആകുന്നു, 22-ാം തീയതി സർജറി നടത്തുന്നു. അതായത് 2 ദിവസത്തിനുള്ളിൽ സർജറി നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ സാമ്പത്തികമായി ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ശരി, അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പണം എക്സ്റേ എടുക്കാനടക്കം തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം കൂടി. ഒറ്റ കാര്യം കൂടി സബീർ ചോദിച്ചോട്ടെ, അതായത് എക്സ്റേ എടുക്കാനുള്ള പൈസ എന്തായാലും ഡോക്ടർ അങ്ങോട്ട് മനസ്സലിഞ്ഞു കൊടുക്കുന്നതല്ലോ. ഈ പ്രശ്നമുണ്ട്, ഇത് വലിയ പ്രശ്നവും വാർത്തയുമായാൽ, പുറത്തറിഞ്ഞാൽ, പരാതി കൊടുത്താൽ പെടും എന്ന തിരിച്ചറിവിൽ ഡോക്ടർക്ക് തന്നെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സാമ്പത്തിക കൈമാറ്റം. അതെ അതെ അതെ, ഡോക്ടർ പരമാവധി ഇവരെ പരാതി കൊടുക്കാതിരിക്കുന്നതിനുള്ള ഇടപെടൽ ഡോക്ടർ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർ ഗൂഗിൾ പേ വഴി ഇവർക്ക് പൈസ കൈമാറി എക്സ്റേ എടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയത്. ശരി ശ്രീ സബീർ, ഞാൻ വരാം, അങ്ങയിലേക്ക് അങ്ങ് തുടരണം. ശ്രീമതി ഹർഷിന, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിശ്വസനീയമായിരുന്നു സുമയ്യയുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മുടെ മുന്നിലേക്ക് ന്യൂസ് റൂമിലേക്ക് വരുമ്പോൾ. അതിനേക്കാൾ അവിശ്വസനീയതയോടുകൂടി, അതിനേക്കാൾ വേദനയോടുകൂടി, അതിനേക്കാൾ അനീതിയാണല്ലോ എന്ന സങ്കടത്തോടുകൂടി കേൾക്കേണ്ടി വന്ന ജീവിത കഥയാണ് ഹർഷിനയുടേത്. കേരളത്തിന് മുഴുവനായി തന്നെ. അന്നും സംവിധാനം പറഞ്ഞത് എന്താണ്? ഇന്നിപ്പോൾ ഈ അടുത്ത സമയമായതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടേണ്ടി വരുന്നുണ്ട്. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊരു പിഴവാണ് എന്ന് സമ്മതിക്കേണ്ട പ്രശ്നങ്ങൾ, ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഏകദേശ ധാരണ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് പക്ഷേ കുഞ്ഞ് ജനിച്ചതിനോടൊപ്പം തന്നെ ഹർഷനയുടെ വയറ്റിൽ ജനിച്ചു വന്നതാണ് ഒരു കത്രിക എന്ന നിലയ്ക്ക് ട്രീറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഹർഷിന. സുമയുടെ ഈ നിയമ പോരാട്ടം, കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമ പോരാട്ടം ഫലം കാണുമെന്നെങ്കിലും ഹർഷനയ്ക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് തോന്നുന്നുണ്ടോ?
സർക്കാർ തുടക്കം മുതൽ ഹർഷിനൻ്റെ കൂടെയാണ്. ആരോഗ്യമന്ത്രി നമ്മൾ ഈ ഒരു കാര്യം വയറ്റിന്ന് പുറത്തെടുത്ത് കത്രിക പുറത്തെടുത്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ഹർഷിനൻ്റെ കൂടെയാണ് ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും സർക്കാരും ഉള്ളത്. ഇന്ന് സെപ്റ്റംബർ 17, അടുത്ത ഈ വരുന്ന മാസം സെപ്റ്റംബർ 17 ആയാൽ 3 വർഷമായി വയറ്റിന്ന് കത്രിക എടുത്തിട്ട്. ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. അപ്പോൾ ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഒരു തരത്തിലുള്ള നീതിയോ ഒരു തരത്തിലുള്ള പരിഹാരമോ നമുക്ക് ആയിട്ടില്ല. നമ്മളെ ജീവിതം ദുരിതപൂർണമായി ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ കേസിൽ ഞാൻ നേരിട്ട് കൊടുത്ത് കമ്മീഷണർക്ക് കൊടുത്ത പരാതിന്മേൽ പോലീസ് അന്വേഷിച്ച് ഈ ഡോക്ടേഴ്സ് കുറ്റക്കാരാണ്, 2 ഡോക്ടേഴ്സും 2 സ്റ്റാഫ് നേഴ്സും കുറ്റക്കാരാണ് എന്നുള്ള കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് 2 വർഷത്തോളം ആവാനായി. എന്നിട്ട് ഇതുവരെ അതിന് മുന്നോട്ടൊരു നീക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ഡോക്ടേഴ്സ് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വാദം കേൾക്കാൻ പോലും തയ്യാറാവാതെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ഗവൺമെൻറ് പ്രോസിക്യൂട്ടറായിരുന്നു അവിടെ വാദിക്കേണ്ടിയിരുന്നത്, ആ വാദം പോലും കേൾക്കാൻ തയ്യാറാതെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ ഒരു കേസ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നീതി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതിയും ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ. 3 വർഷമായി പോരാട്ടമായി തുടങ്ങിയിട്ട്, 8 വർഷത്തോളമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക്, അതിന് ശേഷം ഒരു സർജറി കഴിഞ്ഞു, ചികിത്സക്കോ ഏതെങ്കിലും തരത്തിലൊരു സഹായം, ഒരു നമ്മളെ സമര പോരാട്ടങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ആരോഗ്യമന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഹർഷിനക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു സമരം നിർത്തി. ഒരു 2 ലക്ഷം രൂപ പരിഹാരം എന്ന് പറഞ്ഞു. അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ലാത്തത് കൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. അതിനുശേഷം ഒരക്ഷരം ഒരു തരത്തിലുള്ള ഒരു മറുപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യമന്ത്രിൻ്റെ ഭാഗത്തുനിന്നോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ശരി. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണക്കാർക്ക് നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. അത്രയും എക്സ്പേർട്ടായ ഡോക്ടേഴ്സായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണല്ലോ. സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഉണ്ടോ നമുക്ക്? അങ്ങനെയുള്ളിടത്തുനിന്ന് ഇത്രയും വലിയൊരു പിഴവ് സംഭവിച്ചിട്ട് ആ സംഭവിച്ച പിഴവ് ഒന്ന് സമ്മതിക്കാനോ അതിനൊരു പരിഹാരം കാണാനോ ഇതുവരെ ആ ഒരു ഗവൺമെൻറ്റിന് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഞാൻ വെറും ഒരു ഹർഷിനൻ്റെ കാര്യം മാത്രമല്ല, ഒരു സാധാരണക്കാരായാലും ഗവൺമെൻറ്റിന് നമ്മളോടുള്ള ഒരു നിലപാട് കൂടിയാണ് ഈ ഒരു 3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അത്രയധികം പോരാട്ടങ്ങൾ വരെ, അത്രയധികം തെളിവുകൾ വരെ ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള നീതിയും ഇന്ന് വരായിട്ടില്ല. നമ്മളിപ്പോഴും വേദനകൾ തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജറിക്ക് മേൽ സർജറികൾ, വെറും ഒരു 33 വയസ്സിനുള്ളിൽ ഒരു 65 വയസ്സിൻ്റെ ഒരു ശാരീരിക ആവശ്യതകൾ അനുഭവിച്ചുകൊണ്ട് ചെറിയ 3 കുഞ്ഞുങ്ങളെ ശരിക്കും പോറ്റാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ എപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്. ആരോഗ്യമന്ത്രി അത്രയും ഉറപ്പ് തന്നതാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് നീതി നൽകാൻ കഴിയൂല എന്നുള്ളത് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരൊന്ന് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷേ എല്ലാ തെളിവുകളോടും കൂടി 3ാമത്തെ സർജറിയിലാണ് സംഭവിച്ചതെന്നുള്ള ആർക്കും ഒരു സംശയവുമില്ല. MBBS ഒന്നും പഠിക്കേണ്ട ഏതൊരാൾക്കും ആലോചിച്ചാൽ അറിയാലോ, 12 സെൻറ്റിമീറ്റർ ഒരു കത്രികയും വെച്ച് ഒരു പ്രഗ്നൻസി അടുത്തത് എന്തായാലും സാധ്യമാവില്ല. 3ാമത്തേലാണ് സംഭവിച്ച അനുഭവസ്ഥ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പാണ്. ഇനി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് 3ാമത്തേലാണ്. പിന്നെ വേറൊരു സർജറി എൻ്റെ ശരീരത്തിൽ നടന്നിട്ടുമില്ല. അപ്പോൾ ആർക്കും മനസ്സിലായ കാര്യമാണ്. ഡോക്ടേഴ്സിനറിയാം, ആരോഗ്യമന്ത്രിക്കറിയാം, ആരോഗ്യ വകുപ്പിനറിയാം, ഗവൺമെൻറ്റിനറിയാം, കാണുന്ന എല്ലാ മനുഷ്യന്മാർക്കും പച്ചവെള്ളം പോലെ അറിയാം ഇത് എവിടുന്നാണ് സംഭവിച്ചതെന്ന്. പിന്നെ ഇതെങ്ങനെങ്കിലും നീതി നമുക്ക് നിഷേധിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, സമഗ്ര അന്വേഷണം, വിദഗ്ധ സമിതി അന്വേഷണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. പക്ഷെ പ്രവൃത്തിയിൽ ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടാകുന്നില്ല. സാധാരണക്കാർക്ക് എന്ത് സംഭവിച്ചാലും ഇതുപോലെ നമ്മൾ വീണ്ടും ദുരിതത്തിലേക്ക് പോവാന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇത്രയും കാലം കൊണ്ട് പൊള്ളിക്കുന്ന ജീവിതാനുഭവം തന്നെയാണ് അത്. ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന മുഴുവൻ വേദനകളും 3 കുഞ്ഞുങ്ങളെയും വെച്ച് ഈ പ്രായത്തിനുള്ളിൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഹർഷനയുടേതും. അപ്പോഴാണ് ഈ സംവിധാനം ഒരുമിച്ചുണ്ട് എന്ന വെറും വാക്കുകൾ അവർക്ക് മുന്നിൽ നിൽക്കുന്നത്. 26 വയസ്സോ മറ്റേ ഉള്ളൂ സുമയ്യയ്ക്കും. അവരുടെ ശരീരത്തിലാണ് ഈ 50 സെന്റിമീറ്റർ നീളത്തിലുള്ള ഗൾവയർ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്നുപോലും പറയാൻ കഴിയുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ആർക്കും അറിയുന്നതും അല്ല. ഡോക്ടർ എസ് എസ് ലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ അടക്കം വിദഗ്ധ സമിതി അടക്കം നൽകുന്ന
ആശ്വാസവചനങ്ങളെ പരിഹാസം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? നോക്കൂ, ഹർഷനയുടെ കാര്യത്തിൽ തന്നെ അവരനുഭവിച്ച വേദനയ്ക്ക് ആര് പരിഹാരം പറയും എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ 10-26 വയസ്സിൽ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിൽ പോയി, ഒരു സ്ഥാപനത്തിൽ പോയി, അവിടെ നിന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നേരിടേണ്ടി വന്ന പിഴവിന്റെ ഫലം ശരീരത്തിൽ പേറുന്ന ഒരു സ്ത്രീയോട് അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്ന് സമാശ്വസിപ്പിക്കാൻ കഴിയുന്ന സംവിധാനത്തിന്റെ ഒരു ലക്ഷ്യബോധമില്ലായ്മ, ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് ആരാണ് മറുപടി പറയുക? അത് നമ്മളിപ്പോ ഇത്തരം ചർച്ചകളിൽ ഒരു പക്ഷം പിടിക്കാൻ ശ്രമിക്കാറില്ല. പക്ഷം പിടിക്കാതെ ആരോഗ്യ കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ സുമയ്യയുടെയും നമ്മുടെ ഹർഷിനിയുടെയും പക്ഷം പിടിച്ചേ പറ്റൂ. കാരണം അവര് സുമയ്യയുടെ ബന്ധു സബ്ബീർ പറയുന്നതും ഹർഷന പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഡോക്ടർ നിലയ്ക്കല്ല കാണുന്നത്, ഞാനൊരു സാധാരണ മനുഷ്യൻ നിലയ്ക്കാണ്. കാരണം ഇത് എൻ്റെ വീട്ടിലൊരു കുടുംബാംഗത്തിന് പറ്റിയാൽ ഞാൻ എങ്ങനെയായിരിക്കും ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറ്റിയാൽ ആ ഒരു വശത്ത് തന്നെ കാണും. പിന്നെ ഇതുവരെ വന്നത് സർക്കാർ ആശുപത്രിയിലാണ്. ഇപ്പോൾ ഹർഷന പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഡോക്ടർമാർ, ഏറ്റവും നല്ല സംവിധാനവും ഉള്ള സ്ഥലമെന്ന് പറഞ്ഞിട്ടാണ് അവർ സർക്കാർ ആശുപത്രി വരുന്നത്. മിക്കവാറും സർക്കാർ ആശുപത്രി വരുന്നതെല്ലാം അധികം പണം കയ്യില്ലാത്തവരുമായിരിക്കാം, സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ മുടക്കാൻ പറ്റാത്തവരുമായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന അവരുടെ മുന്നിൽ മെഡിക്കൽ സയൻസിൻ്റെ പ്രയോഗത്തിൽ പരാജയമുണ്ടായാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർക്കുണ്ട്. എനിക്കും ക്ഷമയോഹിക്കണമെന്നുണ്ട് അവരോട്. കാരണം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും. അപകടങ്ങൾ സംഭവിക്കാം, വിമാനത്തിൽ പോലും അപകടങ്ങൾ സംഭവിക്കും, കൃത്യമായി കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ ചികിത്സയുടെ കാര്യത്തിലും ചില അപകടങ്ങൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷെ അത് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് അത് പോവുക തന്നെ വേണം. അത് ന്യായീകരിക്കാവുന്നതല്ല. പക്ഷെ ഇവിടെ അറിയേണ്ട ഒരു വശമുണ്ട്. ഞാൻ ഏറ്റവും വികസനം കുറഞ്ഞ രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും അവികസിത രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും വികസിച്ച നാടുകളിലും ജീവിച്ചിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രികളിൽ പോയിട്ടുണ്ട്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് കണ്ടിട്ടുണ്ട്. നമുക്ക് പറ്റിപ്പോകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോട്ടോകോൾ അനുസരിച്ചല്ല പലപ്പോഴും കാര്യങ്ങൾ പോകും. അപ്പോൾ ഒരു ശസ്ത്രക്രിയയുടെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ഈ ഉപകരണം വെച്ച ആള് വെച്ചതിന്റെ കാര്യവും പിന്നെ അത് ഊരിയതിന്റെ കാര്യമൊക്കെ പരസ്പരം പറയുകയൊക്കെ ചെയ്യണം, അനൗൺസ് ചെയ്യണം. അപ്പൊ രോഗിയുടെ പേര്, രോഗിയുടെ അവയവം, ഏതവയവം, ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് അതിശയം തോന്നും. എന്തിനാണ് ഇവർ പറയുന്നത്? കൃത്യമായി പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മയക്കുന്നതിന് മുമ്പ് രോഗിയോടും കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ പ്രോട്ടോകോൾ നമുക്ക് പിഴവുകളുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ആ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായി വികസിക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരും മറ്റാരോഗ്യ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് ചെന്നാൽ നമുക്ക് ഏറ്റവും വലിയ വിലയുമാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റിപ്പോകുന്ന പ്രോട്ടോകോൾ ഇല്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കൈപ്പുണ്യമുള്ള ഡോക്ടർ, നല്ല ഡോക്ടർ എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമല്ല. എല്ലാവരും അന്തർദേശീയ തലത്തിൽ ഒരേ മെഡിക്കൽ സയൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് എന്നെ പലരും വിളിക്കുമ്പോൾ അമേരിക്കയിൽ ചികിത്സ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിപ്പിക്കാറുണ്ട്. അവർ പറയും അമേരിക്കയിൽ കിട്ടുന്ന അതേ ചികിത്സയാണ് കേരളത്തിൽ കിട്ടുന്നത്, നിങ്ങൾ പണം മുടക്കി ഇവിടെ വരേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രോട്ടോകോളിനകത്ത് പ്രശ്നമുണ്ട്. ഡോക്ടർ, അതിനേക്കാളേറെ പേടിപ്പിക്കുന്നതും അതിനേക്കാളേറെ നിരാശ തോന്നുന്നതുമായ ഒരു കാര്യം, ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് മൂടി വെക്കാൻ പാടുണ്ടോ? അത് അവനവൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷനോട് കാണിക്കുന്ന, മനുഷ്യന്റെ ജീവനോടും ആരോഗ്യത്തോടും കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ കൂടിയല്ലേ? അവിടേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ഭാഗമാണ് അതും കൂടി. രോഗി അറിയാൻ ബാധ്യസ്ഥയാണ് ചികിത്സയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ. ഞാനത് ഇവിടെയും ഞാനിപ്പോൾ പറഞ്ഞ പ്രോട്ടോകോൾ പോലും പാലിക്കാൻ പറ്റാതെ വരുന്നത് ഈ ആശുപത്രിയിലെ തിരക്ക് കാരണമാണ്. എനിക്ക് അതിശയമാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിലും കാർഡിയോളജി, മെഡിക്കൽ കോളേജ് കാർഡിയോളജിയിൽ 2-3 ഡോക്ടർമാർ ചേർന്ന് 700 പേരെ നോക്കുമെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ മനുഷ്യർക്ക് സാധിക്കും? പക്ഷെ അത് നടക്കുകയാണ് അവിടെ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മാധവന്ന് പോയി നോക്കണം. പലയിടവും ഈ കച്ചവടം കഴിഞ്ഞ് അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന കമ്പോളം പോലെ പലയിടവും കിടക്കാറുണ്ട്. അപ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിലും അത് തന്നെയാണ് അവസ്ഥ. അവിടെയാണ് സർക്കാരിന് ഉത്തരവാദിത്തം. അത് ഏത് പാർട്ടി എന്നുള്ളതിൻ്റെ അല്ല, ഗവൺമെന്റിന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ലയബിലിറ്റി അവസാനം ഗവൺമെന്റാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ ഡോക്ടർക്കൊരു തകരാറ് പറ്റിയാൽ അതിന് ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ വളരെ ശ്രദ്ധയോടെ പറയുന്നൊരു കാര്യമാണ്. അവാർഡ് വാങ്ങിക്കാൻ നമ്മുടെ മന്ത്രിമാർ പോകും. പക്ഷേ ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ അതുപോലെ DHSനോട് ചോദിക്കുക, ആരോഗ്യ ഡയറക്ടറോട് ചോദിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ ഉത്തരവാദിത്വവും ആരോഗ്യമന്ത്രിക്കാണ്. അവാർഡ് വാങ്ങാൻ ആരോഗ്യമന്ത്രിമാർ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണം. ഈ മനുഷ്യരോട് ഇവർക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. അത് കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞാൽ ശരിയല്ല, അത് ഒളിച്ചു വെച്ച തെറ്റാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരും അടുത്ത കാലത്ത് കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നറിയാം. ഒരു ഡോക്ടർക്കും തുറന്നൊരു കാര്യം പറയാൻ കഴിയില്ല.
ഇത് സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യം ഇടപെട്ടാണ് ഇത് ഈ വാർത്ത മൂടി വെച്ചെന്ന് എനിക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത് തെറ്റോ ശരിയൊന്നുമിലേക്ക് കടക്കുന്നില്ല. അത് പാടില്ല. ആശുപത്രികൾ പ്രശ്നമുണ്ടായാൽ അത് തിരുത്തുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാകുന്നത്, ആരോഗ്യ വകുപ്പാകുന്നത്. അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. ആരോഗ്യ മേഖലയെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവരുത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ഇത് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ ഒറ്റപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് അത് ആരോഗ്യ മേഖലയെ തകർക്കാൻ, സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം കുത്തകകൾക്ക് കുടപിടിക്കാൻ തുടങ്ങിയ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് ക്ലീശയുണ്ടല്ലോ. നോക്കൂ, നമ്മുടെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളൊക്കെ ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഒരു വർഷം പരസ്യം ചെയ്യുകയാണ്. എന്തിനാണ്? ഇങ്ങനൊരു ആശുപത്രി ഇവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ. പക്ഷേ ഇത്തരം ചികിത്സാ പിഴവുകളിലൂടെ, ഇത്തരം കുറ്റകൃത്യ മനോഭാവത്തോടു കൂടിയുള്ള ഗൂഢാലോചനകളിലൂടെ, പിഴവുകൾ മൂടിവെക്കാനടക്കമുള്ള അവനവന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള ശമ്പളം വാങ്ങിക്കൊണ്ട് മറന്ന് ഈ അധികാരത്തിൽ അഭിരമിച്ച് ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണ വീഴ്ചയിലൂടെ പരസ്യം ചെയ്യുകയാണ്. എന്താണ് പരസ്യം ചെയ്യുന്നത്? നമ്മൾ നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന ഈ ആരോഗ്യ മേഖല പിഴവുള്ളതാണ്, ഇവിടെ ആരോഗ്യത്തിലും ആയുസ്സിലും വിശ്വസിച്ച് ജനങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പരസ്യം ചെയ്യുന്ന സംവിധാനം ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനത്തിന് ചികിത്സ കൊടുക്കാതെ ഈ ഒറ്റപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് ഇത് കരിവാരി തേക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് വെള്ളയടിച്ചു വെച്ചാൽ മതിയോ? മധു, ഈ വിഷയത്തിൽ ഡോക്ടർ രാജകുമാറിനെ പറ്റിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം തെറ്റുകാരനായതുകൊണ്ടാണല്ലോ അദ്ദേഹം പാവം ആ സുമയ 26 വയസ്സ് മാത്രമേ ഉള്ളൂ, തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യാൻ പോയപ്പോൾ ഗൈഡർ വയറ് അതിനകത്ത് കുടുങ്ങിയത് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹം ആ എക്സ്ട്രാ അവർക്ക് കൈമാറാൻ നിന്നത്. തന്നെയുമല്ല അവർക്ക് ശ്വാസതടസ്സം വന്നു, പിന്നെ കാലിന് നീര് വന്നു. അവർ പതിവായി ഡോക്ടറോടത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ അവർക്ക് ശ്രീധര മെഡിക്കൽ സെൻ്ററിലേക്ക് ഇതിലേക്ക് പോകാനായിട്ട് അവിടെ ചെന്നപ്പോഴുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാണ്ട് 6,900 7,500 രൂപ അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ളത്, യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കുറ്റവാളിയല്ല, അനസ്തേഷ്യ കൊടുക്കുന്നവരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നത്. വിചിത്രമായൊരു ബാധ്യതയുടെ എനിക്ക് അക്കാര്യം ഞാൻ എക്സ്പെർട്ടല്ല, ഡോക്ടറെ SS ലാലിനെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അത് തെറ്റ് തന്നെയാണ്, യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അദ്ദേഹം മൂടി വെക്കാൻ ശ്രമിച്ചത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അദ്ദേഹം തുറന്നു പറയണമായിരുന്നു. ആ പെൺകുട്ടി 2 വർഷം സഹിച്ച വേദനകൾ 2-3 മാസത്തിനുള്ളിൽ തന്നെ അത് റിമൂവ് ചെയ്യുമായിരുന്നെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ആശ്വാസം കിട്ടിയാൽ. അത് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏറ്റവും ഒടുവിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ വയറ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് അത് അടങ്ങിയിരിക്കുകയാണ്. അത് സർജറി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയെന്ന ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുക. നിശ്ചയമായിട്ടും ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണം. അത് മറച്ചു വെച്ചതിനെതിരെ നടപടി സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ നെടുമങ്ങാട് പോലൊരു സ്ഥലത്ത് പോയി രഹസ്യമായി പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ സുമയോട് പോലും 2000, 200, 300 പോലെയുള്ള എമൗണ്ടുകൾ വാങ്ങിച്ചെന്നാണ് പറഞ്ഞത്. സർക്കാർ ഡോക്ടേഴ്സ് സ്വകാര്യ പ്രാക്ടീസ് പാടില്ല എന്നുള്ളതും അത് കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുരുതരമായ തെറ്റി ഡോക്ടർ ചെയ്തിരിക്കുന്നു. ഈ ഡോക്ടറെ ന്യായീകരിക്കാനായിട്ട് മനസാക്ഷിയുള്ള ആർക്കും പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു വശമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഈ വിവരം പിന്നെ പ്രിയപ്പെട്ട സുമയെ ട്രിവാൻഡ്രത്ത് ശ്രീചിത്രയിലേക്ക് റെഫർ ചെയ്തപ്പോൾ തന്നെ ഈ വിവരം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞു, ആരോഗ്യ വകുപ്പ് അറിഞ്ഞു. അന്ന് മുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ TJ റീല തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പർട്ടിക്കുലർ ഡോക്ടറെ എൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നു. അയാളുടെ പേരുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കർശനമായ നടപടി ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്യും. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അതൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാൽ സാറും അംഗീകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ആരോഗ്യ മേഖല എന്തായാലും ലോകത്തിന് മാതൃക തന്നെയാണ്. പിഴവില്ലാത്തൊരു ആരോഗ്യ മേഖല ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ല. കുറേ രാജ്യങ്ങളിലൊക്കെ ഞാനും ഇത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പിഴവ് വന്നാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടും. അതിനെ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അതാണ്. നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയ ഒരു സിസ്റ്റത്തെ താരാതാരാകും ശ്രമിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ വന്ന് അതിനെ പാടില്ല എന്ന് പറയുന്നത്. അല്ലാതെ കൊണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ അതൊരു തിരുത്തൽ നടപടി തന്നെയാണ്. FIR ഇട്ടിരിക്കുന്ന ഡോക്ടറുടെ പേരെ അയക്കിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നടപടി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത്തരത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്ന ഒരു ഡോക്ടർക്കെതിരെ FIR എടുക്കുക എന്ന് പറയുന്നത് നിയമവ്യവസ്ഥ നിലവിലുള്ള ഒരു നാട്ടിൽ നടക്കുന്ന വളരെ സ്വാഭാവികമായ ഇടപെടലാണ്. അതിൽ സർക്കാരിന് എന്തെങ്കിലും ഞങ്ങൾ ചെയ്തിരിക്കുന്നു, മാതൃകാപരമായി ചെയ്തിരിക്കുന്നു എന്നൊന്നും അവകാശപ്പെടാൻ ഒന്നുമില്ല.
ഇവിടെ സർക്കാരിന് മാതൃകാപരമായി ചെയ്യാൻ കഴിയുന്ന പലതുണ്ടായിരുന്നു. ഒന്ന്, ഈ പറയുന്ന പ്രാക്ടീസ്, അവിടെ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകാതിരിക്കുക. ഈ വിജിലൻസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ രോഗികളിൽ നിന്ന് അത്തരത്തിൽ പണം വാങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുക. എങ്ങനെയാണ് സർജറിയുടെ ഡേറ്റ് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ഇനി വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ, അത് ആ ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് മറച്ചു വെക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ഇനി പോകട്ടെ, ഇത് ശ്രീചിത്രയിൽ ശ്രീചിത്രയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ അറിയുന്നു ഇപ്പൊ ഈ ഡോക്ടർക്ക് ഇത് മറച്ചു വെക്കണമെന്ന് താല്പര്യമുണ്ട്. അവിടുത്തെ ഡോക്ടർമാർ പറയുന്നുണ്ട് ഇത് കേസ് കൊടുക്കണമെന്ന് സുമയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുക, അതൊരു ക്രൈമാണ് എന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്ന കാര്യമുണ്ടാകും. അപ്പൊ ഈ സിസ്റ്റത്തിന് ആരോടാണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത്? FIR ഇട്ടതൊന്നും വലിയ കേമത്തം എന്ന് പറയരുത്. ഇവിടെ ഒരു നിയമ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറെ താമസിച്ച് ഒന്ന് പ്രതിപ്രവർത്തിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. സർക്കാർ ഇച്ഛാശക്തിയോടെ ഇടപെടേണ്ട എല്ലാ ഇടങ്ങളിലും ഉറക്കം തന്നെയാണ്. അങ്ങനെയല്ല മാധു, കാരണം ഈ വിഷയങ്ങൾ സുമയെയും അവരുടെ ബന്ധുവും ഈ ഡോക്ടറുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ്, അദ്ദേഹം വെളിപ്പെടുത്തിയതോടെയാണ് ഇതിന്റെ ഗൗരവങ്ങളെല്ലാം മനസ്സിലാകുന്നത്. അല്ലാതെ ഇത് അറിയത്തില്ല ആർക്കും ഇതെന്നാ സംഭവിച്ചെന്നുള്ളവരും. അപ്പൊ അതുകൊണ്ട് അതിനെ സർക്കാർ മൂടി വെച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇത്രയും സർക്കാർ മൂടി വെച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് മറ്റുള്ളവർക്ക് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാനുള്ള വാക്കുകളൊന്നും ഉണ്ടാക്കണ്ട. സർക്കാർ മൂടി വെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒളിച്ച് പ്രാക്ടീസ് നടത്തി ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്താനുള്ള സംവിധാനം ഡോക്ടർമാർക്ക് ഉണ്ടാവരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ അനുഭവസ്ഥരടക്കം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി, സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ കരിയറിനെയോ അവരുടെ മൊറലിനെയോ ഒന്നും ഇടിച്ചു കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. വളരെ നമ്മൾ നോക്കൂ, ദൈവം കഴിഞ്ഞാൽ ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഡോക്ടർമാരെ കാണുന്നവരാണ്. അപ്പോൾ ആ അവസ്ഥയിൽ അത്രയേറെ ബഹുമാനം ഒരു സമൂഹത്തിൽ കിട്ടുന്ന ഡോക്ടർമാരുണ്ട്. അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരുണ്ട്, ഊണുറക്കമില്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്, ഇവരൊക്കെയുണ്ട്. പക്ഷേ പണം ജനങ്ങളിൽ നിന്ന് പിരിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തി ആശുപത്രികളിലെ ചികിത്സയും ശസ്ത്രക്രിയയും അടക്കം അതിനനുസരിച്ച് ക്രമീകരിക്കുന്ന ഡോക്ടർമാർക്ക് ഈ സംവിധാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്ന വിജിലൻസ് ആരുടെ ഉത്തരവാദിത്തമാണ്? അല്ല, തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ്. ഞാൻ അതിനെ തന്നെ ആയിരിക്കുന്നില്ല. കാരണം 99.99% സർക്കാർ ഡോക്ടർമാരും ₹1 പോലും കൈക്കൂലി വാങ്ങിക്കാതെ പ്രൈവറ്റ് ആശുപത്രി കിട്ടുന്ന ഭീമമായ എമൗണ്ട് പോലും വേണ്ടെന്നും വെച്ചുകൊണ്ട് സേവനം ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ 3-4 ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. എനിക്ക് അവരുടെയൊക്കെ ജീവിത രീതി തന്നെ കാണുമ്പോൾ അറിയാം, ഊണും ഉറക്കമില്ലാതുണ്ട്. പക്ഷേ ഇത്തരം ചില പുഴുക്കുത്തുകൾ ഈ രീതിയിൽ പൈസ വാങ്ങിക്കുന്നുണ്ട്. തെറ്റ് തന്നെ, സർക്കാർ നടപടി സ്വീകരിക്കേണ്ടത്. എല്ലാ സർക്കാർ കാര്യത്തിൽ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യമേഖലയിൽ ചെലുത്തുന്നത്. 52 ലക്ഷത്തോളം രോഗികളെയാണ് സൗജന്യമായിട്ടിവിടെ മരുന്ന് കൊടുക്കുന്നത്. 7000 കോടി രൂപയുടെ മെഡിസിനാണ് ഈ ഗവൺമെൻറ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശരാശരി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ട് കേരള സർക്കാരാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ ഇവർ ആ നീതികേട് കാണിക്കുന്നുണ്ട്. അത്ര ഡോക്ടർമാരോട് കർശനമായ നടപടി സ്വീകരിക്കുന്നത് എനിക്ക് ഡിറ്റർജന്റിന്റെ പരസ്യത്തിൽ കാണുന്നത് പോലെ 99.99% എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ ഡോക്ടർ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊന്നുമല്ല. മാതൃഭൂമി ന്യൂസ് അടക്കം പരമ്പര ചെയ്തിട്ടുണ്ട്. സ്വകാര്യ പ്രാക്ടീസ് അടക്കം പണം വാങ്ങുന്ന അടക്കം ഉള്ള കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളടക്കം പരമ്പര ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രവണതയാണ്, അതിനെ ചികിത്സിക്കേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്തം എന്ന തിരിച്ചറിവൊക്കെ സംവിധാനത്തിന് എന്നോ വരേണ്ടതാണ്. കാരണം അത്രയധികം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനുള്ളിലെ കള്ളക്കളികൾ എന്ന് പറയുന്നത്. പിന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് കേരളം തന്നെയാണ്. പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ജനങ്ങളടക്കം പണം ചെലവഴിക്കുന്ന കണക്ക് നോക്കിയിട്ടാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ കേരളമല്ല എന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്, നമ്മൾ ഏറ്റവും നന്നായി തന്നെ ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ ആരോഗ്യ മേഖലയിൽ പണം ചിലവഴിക്കുന്നതിലാണ് നമ്മൾ ഏറ്റവും മുന്നിലുള്ളത്. സർക്കാർ മാത്രം ചിലവഴിക്കുന്ന പണം എന്ന് വെച്ചിട്ടല്ല. അതുകൊണ്ട് ആ രീതിയിൽ ഭ്രമപ്പെടുത്തിയൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് കൂടി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. ശ്രീ സബീർ, ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നുണ്ടായിരുന്നു സുമയും ബന്ധുക്കളും അടക്കമുള്ളവർ. ഇത്രയും വലിയ പിഴവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അവിടെയുള്ള ഒരു സമീപനം എന്തായിരുന്നു? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പരാതിയുമായി DMO ഓഫീസിൽ, അത് ആദ്യം പോയത് നമ്മുടെ ഡയറക്ടർ ഓഫീസിലാണ്. ആ ഡയറക്ടർ ഓഫീസിൽ
പോയപ്പോൾ അവിടെ പറഞ്ഞത് നിങ്ങൾ DMO ഓഫീസിലാണ് പരാതി കൊടുക്കേണ്ടത്, അതിനുശേഷം നിങ്ങൾ ഡയറക്ടർ ഓഫീസിൽ അവിടെ നിന്ന് പരാതി ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ പത്രക്കുറിപ്പ് വന്നപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഡയറക്ടറിന് യാതൊരുവിധ പരാതിയും കൊടുത്തിട്ടില്ല എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ഇന്നവിടെ പോയത്. ഇന്നവിടെ പോയപ്പോൾ ഡയറക്ടർ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടാനാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഡയറക്ടറെ കണ്ടിട്ടേ പോകൂ എന്നുള്ള തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഡയറക്ടർ ഓഫീസിൽ ഇരിക്കുകയും അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഡയറക്ടർ പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ നിയമിക്കുകയും അവിടെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അവിടെ പറഞ്ഞത്, നമ്മൾ പരാതി നേരിട്ട് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ പരാതി ഔദ്യോഗികമായി ഇപ്പോഴാണ് തന്നത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് നടപടി ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഇന്നലെ DMOയ്ക്ക് പരാതി കൊടുത്തു, ഈ വാർത്ത വന്നിട്ട് 24 മണിക്കൂറിന് ശേഷം ഡോക്ടറിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു. നിലവിൽ ഒരു പരാതി കൊടുത്തത് കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് സുമയ്യ പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അല്ലാതെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു തീരുമാനപ്രകാരം ഡോക്ടറിനെതിരെ യാതൊരുവിധ നടപടിയും എടുത്തില്ല. അല്ല. പിന്നീട് ഇത് ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടർ ഇപ്പോഴും ഇന്നും രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 2 വർഷങ്ങൾ മുമ്പ് നടന്ന സർജറിയുമായി ബന്ധപ്പെട്ട് സമിതി രൂപീകരിച്ചപ്പോൾ, അതായത് ഈ സുമയ്യയുടെ ഉള്ളിൽ ഈ ട്യൂബ് 50 സെൻറ്റിമീറ്റർ ട്യൂബ് ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും ഈ സമിതി രൂപീകരിക്കുമ്പോൾ ആ സമിതിയിലെ ഒരു അംഗം കൂടിയാണ് ഈ രാജീവ് ഡോക്ടർ. അതായത് രാജീവ് ഡോക്ടർ മാത്രമല്ല കുറ്റക്കാർ. ഇത്രയും ദിവസം, അതായത് ഇതറിഞ്ഞിട്ട് പോലും പുറത്ത് പരാതി കൊടുക്കണ്ട എന്നും ഇതിനെ പൂർണ്ണമായി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് സുമയ്യ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടതിൽ പങ്കാളികളായത് ഈ ജനറൽ ഹോസ്പിറ്റലിലെ രാജീവ് ഡോക്ടർ മാത്രമല്ല, ഈ വിദഗ്ധ സമിതി അംഗങ്ങളും ആരോഗ്യവകുപ്പും ഇതിൽ കൃത്യമായി പങ്കുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് പോലും യാതൊരുവിധ ഇടപെടലും ഈ ആരോഗ്യ വകുപ്പിൽ നിന്നും ഈ വിദഗ്ധ സമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പരാതി കൊടുത്തത്. അതിനു മുമ്പ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഈ സുമയ്യയുടെ അമ്മയ്ക്കും സുമയ്യക്കും കഴിഞ്ഞില്ല. കാരണം നിരന്തരമായി ഇവർ വിളിക്കുകയും ഇത് പരാതി കൊടുക്കണ്ട എന്ന സമാധാന വാക്കുകൾ പറഞ്ഞ് മാറ്റി വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം, അതായത് അതായത് ബന്ധു നിലയ്ക്ക് എൻ്റെ പരാതി പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിച്ചു. അതിനുശേഷം ഡോക്ടർ ഈ സുമയ്യയെയും സുമയ്യയുടെ അമ്മയെയും വിളിക്കാറില്ല. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ പറയാറുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സുമയ്യയുടെ അമ്മയും സുമയ്യയും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ എന്നെ സമീപിച്ചത്. അതിനുശേഷമാണ് ഈ പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും നീതി വേണം, സുമയ്യക്ക് നീതി കിട്ടിയേ പറ്റൂ. കാരണം ഒരു മറുപടി കൂടി ഏറ്റവും പ്രധാനമാണല്ലോ സബീർ. അതായത് ഇപ്പോൾ നേരത്തെ ഹർഷിനൊക്കെ പറഞ്ഞതുപോലെ ഇതിന്റെ അന്വേഷണം ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ സമയം മുഴുവനുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇതിന് പരിഹരിക്കാൻ കഴിയുക? തുടർ ചികിത്സയ്ക്ക് സർക്കാർ സംവിധാനം ഒരുക്കുമോ? ഇതിപ്പോൾ എയിംസിലേക്കൊക്കെ പോകേണ്ടി വരുമോ? വളരെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് പോയിരിക്കുന്നു. വളരെ സാങ്കേതികമായ സഹായങ്ങൾ ആവശ്യമുള്ള നിലയ്ക്ക് ആരോഗ്യ രീതി മാറിയിരിക്കുന്നു തുടങ്ങി ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചൊരു മറുപടി വേണ്ടേ? എങ്ങനെയാണ് അതിന് സംവിധാനം ഒരുക്കുക എന്നതടക്കം? തീർച്ചയായിട്ടും. എന്തായാലും സുമയ്യക്ക് കേരളത്തിൽ പുറത്തായിരുന്നാൽ പോലും കൃത്യമായിട്ട് ഒരു വിദഗ്ധ ചികിത്സ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പൂർണ്ണമായും ചെലവും സർക്കാരും ആരോഗ്യവകുപ്പും ചെയ്യേണ്ടതുണ്ട്. അത് ഒരു കുടുംബത്തിൻ്റെ ബന്ധു നിലയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വലിയൊരു ബാധ്യത സുമയ്യയുടെ കുടുംബത്തിനുണ്ട്. കാരണം സർജറിക്ക് ശേഷം നിരന്തരമായി ചികിത്സയിലാണ്. ആ സാമ്പത്തിക പ്രശ്നം കാരണം സുമയ്യയുടെ ഹസ്ബൻഡ് വരെ നിലവിൽ ഇവിടെ നിന്ന് വിദേശത്ത് പോവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. സാധാരണ ഒരു കൂലിവേല ചെയ്യുന്ന, ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സുമയ്യയുടെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ഈ രോഗം കാരണം ഉണ്ടാകുകയാണ് ചെയ്തത്. സുമയ്യക്ക് ഇപ്പോഴും ശ്വാസം മുട്ടൽ, അതായത് ഈ ലൈവ് ചാനലിൽ വന്നിരുന്ന്
പറയുവാനുള്ള ശ്വാസം മുട്ടൽ ഇപ്പോഴുണ്ട്. കാരണം കൂടുതൽ നേരം സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം സർജറി ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് സ്വന്തം ശബ്ദം വരെ തിരിച്ചു കിട്ടിയത്. നമുക്ക് വ്യക്തമായ ഒരു കാരണം അറിയണം. കാരണം നിലവിൽ തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗി ഏകദേശം 8 ദിവസത്തോളം ICUവിൽ കടന്നു. അവിടെ നമുക്കൊരു സംശയമുണ്ട്. കാരണം തൈറോയ്ഡ് രോഗി അവിടെ സർജറി കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസത്തിനുള്ളിൽ ICUവിൽ നിന്ന് പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഇവിടെ സുമയ 8 ദിവസം വരെ ICUവിലുണ്ടായിരുന്നു. അതോടൊപ്പം മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ മാത്രമല്ല അനസ്തേഷ്യ ഡോക്ടറും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഈ അനസ്തേഷ്യ ഡോക്ടർ കഴിഞ്ഞ നാളുകളിൽ സൂയിസൈഡ് ചെയ്തെന്നാണ് ഞാൻ അറിയുന്നത്. കാരണം സൂയിസൈഡ് ചെയ്തിട്ട് 2 വർഷം ഉള്ളിൽ എന്തായി സർജറിക്ക് ശേഷമാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഡോക്ടർ ഈ സർജറിക്ക് നേതൃത്വം കൊടുത്തെങ്കിലും അതിനെ കൂടുതൽ പരിഗണിക്കാതെ മാറി നിന്നുകൊണ്ട് ഇവർ ബാക്കിയുള്ള ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്നതാണ്. മറ്റൊരു സംശയം, 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വയറ് എത്ര സമയമെടുത്തായിരിക്കും സുമയ്യയുടെ ഉള്ളിലോട്ട് കയറി പോകുന്നത്? അത്രയും സമയം ഇവർ എന്ത് ചെയ്തു? അതോടൊപ്പം ഈ ശബ്ദം തിരിച്ചു കിട്ടിയത് 2 മാസത്തിന് ശേഷം അവിടെ, അതായത് ഈ വയറുള്ളത് ഹൃദയത്തോട് ചേർന്ന ഈ സ്ഥലത്താണ്. ഹൃദയത്തോട് ചേരുമ്പോൾ ഇത് എങ്ങനെ അവിടെ എത്തി എന്നതാണ് അവിടെ മറ്റൊരു സംഗതി. അങ്ങനെ സംശയങ്ങൾ കുടുംബത്തിനുണ്ട്. ഇതൊക്കെ ഡോക്ടർമാരോട് ചോദിച്ചില്ലേ? ഇത് ഈ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളും എങ്ങനെയാണ് ഇത് ഉള്ളിലെ പോയത് എന്നും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഡോക്ടർമാരോട് ചോദിച്ചില്ലേ? ഇത് പോയ കാരണം ഡോക്ടർ പറയുന്നത് നിലവിൽ രക്തക്കുഴൽ, അതായത് രക്തമടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മെയിൻ വയറ്, അതായത് നമ്മുടെ രക്തക്കുഴൽ രക്തം പെട്ടെന്ന് പമ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ ചെയ്തതാണ്. അതിനുവേണ്ടി അപ്പോൾ ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റിയെന്ന രീതിയിലാണ് ഡോക്ടർമാർ സംസാരിക്കുന്നത്. രാജീവ് ഡോക്ടർ സംസാരിച്ചത്. അപ്പോൾ ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീമതി ഹർഷിന, ഈ ഓരോ കാര്യങ്ങളും ഈ ഇത്തരത്തിലുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരിക്കൽ കേട്ടതിൻ്റെ ഓർമ്മ കൂടി വരുന്നുണ്ടായിരിക്കും അല്ലേ? ഈ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹർഷിനയ്ക്കും സമാനമായ അനുഭവമുണ്ട്. ഇതിൽ ഈ കുട്ടിക്ക് വളരെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാമത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ളവ നടക്കേണ്ടതുണ്ട്. ഈ ആരോഗ്യാവസ്ഥ വെച്ചിട്ടോ മറ്റോ അല്ലെങ്കിൽ ഈ വയറുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റ് ചികിത്സ സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സർക്കാർ എന്തു ചെയ്യുമെന്നത് സംബന്ധിച്ച ഉറപ്പ് കൃത്യമായി രേഖാമൂലം അവർക്ക് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ ഹർഷിനെയാണ്. തീർച്ചയായും അത് കാരണം ഇത് എൻ്റെ ഒരു കത്രിക എടുത്ത് അതിനുശേഷം ഒരു സർജറിക്കും കൂടെ ഞാൻ അവിടെ ഒരു ഗ്രോത്ത് വന്നിട്ട് വീണ്ടും ഒരു സർജറി ആവശ്യമായി വന്നിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ. 1 വർഷമായി ഇപ്പോൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാം കൊണ്ട് ഒരു 5-6 വർഷം കൊണ്ട് ഇപ്പോൾ 8 വർഷത്തോളമായില്ലേ ഇത്രയും കാലം കൊണ്ട് നടത്തിയ നമ്മൾ 5 വർഷം കൊണ്ട് അത്രയും അധികം പൈസ ചിലവാക്കിയിട്ട് ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ചികിത്സകൾ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് പലതരത്തിലുള്ള ചികിത്സകൾ നടന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കത്രിക പുറത്തെടുത്തിട്ടും നമ്മളതിൽ നിന്ന് മോചിതനാവാതെ വീണ്ടും അതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്കാണ് ഞാൻ വീണ്ടും പോയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും എനിക്കൊരു 15 മിനിറ്റിലധികം തുടർച്ചയായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. കാരണം ഭയങ്കരമായ നമ്മളെ വയറിൻ്റെ ഈ നടുവിൻ്റെ ഒരു പോർഷൻ കുറച്ച് നേരം നിൽക്കുക, ഒരു 15 മിനിറ്റിലധികം നിൽക്കുക ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാധ്യമാവില്ല. ഞാൻ അത് കഴിഞ്ഞ് കിടക്കണം എനിക്ക്, അല്ലെങ്കിൽ അത്രയും നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു സർജറിക്ക് വേണ്ടി പോലും എനിക്ക് ചികിത്സക്ക് ഞങ്ങൾക്ക് സഹായം വേണമെന്നുള്ളത് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു സഹായം ക്രൗഡ് ഫണ്ടിങ് വരെ വേണ്ടി വന്നു. കാരണം അത്രയും ഞങ്ങളെ അവസ്ഥ അതിലെത്തി. പക്ഷേ ഗവൺമെൻറ്റിന് ചെയ്യാമായിരുന്നു, പല രൂപത്തിൽ നമ്മളെ സഹായിക്കാമായിരുന്നു. അത്രക്കധികം വാക്കുകൾ കൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ്, അല്ലാതെ നമ്മളിവിടെ വെറുതെ പറഞ്ഞതല്ലല്ലോ. അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാണ്. ഹർഷിന പറയുന്നത് ന്യായമാണ്, ഹർഷിനക്ക് എന്തായാലും നീതി ഉറപ്പാകുമെന്ന് പറഞ്ഞിട്ട് നീതി പോയിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചികിത്സാ സഹായം പോലും തരാൻ ഗവൺമെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സബീർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ ഒരാൾ ഡോക്ടർ രാജീവ് കുമാറാണ്. ഈ ഹർഷിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പിഴവുണ്ടായിട്ടില്ല എന്നത്
വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഈ ഒരു ഫ്രട്ടേണിറ്റിയിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതായത് സംരക്ഷിക്കുക, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത അതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആരാണ് പിന്നെ ഇതിന് കൃത്യമായി സഹായിക്കാനുണ്ടാവുക? ഹർഷനെ കേൾക്കാമോ? ഹലോ, ഹർഷനെ കേൾക്കാമോ? ആ പറയൂ. അതായത് നമ്മൾക്ക് ഒരു തരത്തില് നമ്മൾ ആരോഗ്യ വകുപ്പ് മൂന്നാമത്തെ സർജറിയിലാണ് പിഴവുള്ളത് എന്ന് ഉറപ്പാണ്. പക്ഷെ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത് 2 അല്ല 3 അല്ല 3 സർജറി സിസേറിയൻ നടന്നിട്ടുണ്ട്. അതിൽ 1-മത്തേതിലോ 2-മത്തേതിലോ 3-മത്തേതിലോ ഒന്നും ഉറപ്പില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വേണം. അങ്ങനെ എങ്ങനെയെന്ന് ഈ പോലീസ് അത്രയും തെളിവുകൾ സഹിതം അതിൻ്റെ അടുക്ക് 2 സിസേറിയൻ കഴിഞ്ഞ് എനിക്ക് ഈ 3-മത്തെ ഒരു പ്രഗ്നൻസിയിൽ ഒരു 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വയറ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇനിയൊക്കെ പോട്ടെ, ശാസ്ത്രീയ തെളിവുകൾ, അതായത് അതിൻ്റെ ഇടയ്ക്കൊരു MRI സ്കാനിങ്ങിന് വിധേയ ആളാണ് ഞാൻ. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റീലിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള ഒരു സാധനം നമ്മളെ വയറിനുള്ളിൽ ഒരിക്കലും MRI റൂമിലേക്ക് പോലും നമുക്ക് കയറാൻ കഴിയില്ല എന്നുള്ള MRI സ്കാനിങ്ങിൻ്റെ മാനുഫാക്ചറിങ് അവർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ആ ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി. അതിൻ്റെ മേലൊരു നടപടിയും ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു വഴി പൂർണ്ണമായി അടഞ്ഞൊരവസ്ഥയിലാണുള്ളത്. അതുപോലും മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല. അപ്പം നമ്മൾ ആരടുത്ത് പോകണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഇത്രയും വലിയ പിഴവുണ്ടായിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു അന്ന് സർജറി ചെയ്ത ഡോക്ടർ മഞ്ചേരിക്ക് സ്ഥലം മാറിപ്പോയി തന്നെ ആ ഒരു അന്വേഷണ സമയത്ത്. ഇപ്പോഴും ആ ഡോക്ടർ തിരിച്ചു വന്ന് ആ മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഞാൻ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. എത്ര പിഴവുണ്ടായാലും, എത്രത്തോളം പിഴവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും ഇങ്ങനെ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം. നേരത്തെ സബീർ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തുകൊണ്ട് FIR ഇട്ടു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ FIR ഇട്ടു എന്ന് പറയുന്നതാണ് വളരെ മാതൃകാപരമായ നടപടി. അത് ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ എന്ന നിലയ്ക്കാണോ കാണുന്നത് എന്നത് പോലും അറിഞ്ഞുകൂടാ. അതിനപ്പുറത്തേക്ക് ഈ ഡോക്ടർ ഇന്നും ചികിത്സ നൽകുകയാണ്. ഹർഷയുടെ കാര്യത്തിലും അതെ. അതായത് മനുഷ്യന്റെ ജീവനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വന്നു. ശരി, അതൊരു വീഴ്ച എന്ന് വിചാരിക്കാം. എന്നിട്ട് അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടാവുക. അതിനു മുൻപ് ആ ചികിത്സ നൽകാൻ വേണ്ടി പണം വാങ്ങുക, അതിനുശേഷം അത് മറച്ചു വെക്കാൻ വേണ്ടി പണം അങ്ങോട്ട് കൊടുത്ത് സഹായിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും ഈ സംവിധാനത്തിനുള്ളിൽ തുടരാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. മധുവിനകത്ത് വ്യത്യസ്ത വിഷയങ്ങളുണ്ട്. ഈ ചികിത്സയ്ക്കിടയിലുള്ള അപകടങ്ങൾ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കാറ്. അതെ, അത് മനഃപൂർവ്വം നമ്മൾ ഡോക്ടർമാർ ചെയ്യുന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. കാരണം സർക്കാർ ആശുപത്രികളിലൊക്കെ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷമാണ്. ഉപകരണങ്ങൾ സമയത്ത് ചോദിക്കുമ്പോൾ കാണില്ല, സിസ്റ്റർമാർ തപ്പിയൊക്കെ കിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിൻ്റെ ഇടയിലാണ് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് ചെന്ന് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചികിത്സയിൽ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും വരും. ഇപ്പോൾ സബീർ പറഞ്ഞതിനകത്തൊരു കൺസേൺ എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ചില തൈറോയിഡ് ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സെൻട്രൽ വെയിനൊക്കെ ഇടേണ്ടി വരും. അതൊക്കെ ചികിത്സയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് ഡോക്ടർമാരുടെ മനഃപൂർവ്വമുള്ള അശ്രദ്ധയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ചിന്താഗതിയായിട്ടോ നമ്മൾ തിരിച്ചിരിക്കരുത്. കാരണം നമുക്ക് കേരളത്തിൽ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോഎൻട്രോളജിൽ 13 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ പോസ്റ്റ് ഒഴിഞ്ഞു നടക്കുകയാണ്. പാവങ്ങളുടെ വയറ്റിൻ്റെ അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ്. ആരും ചേരുന്നില്ല. അത് മൊത്തത്തിൽ ഡോക്ടർമാർ കുഴപ്പം കാണിക്കുന്ന ഒരു ധാരണ വരാനും പാടില്ല. അത് കേൾക്കുന്ന ജനങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപകടങ്ങൾ പറ്റും. അത് ഉത്തരവാദിയാണ്. പറഞ്ഞല്ലോ, സ്വാഭാവികമായി മനുഷ്യന്മാരാണ് ഇത് ചെയ്യുന്നത്, മെഷീൻ അല്ല. പ്രശ്നങ്ങൾ വരും, അത് ചിലപ്പോൾ പരിഹരിക്കേണ്ടി വരും, അതിന് ഒരു പക്ഷെ നടപടിക്ക് വിധേയരാകേണ്ടി വരും, നമുക്ക് കണ്ടു നിൽക്കേണ്ടി മാത്രം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സമർത്ഥമായത് മറച്ചു വെക്കാൻ കൂടി കഴിയുന്ന ഒരുതരം ഒരു ലോബിയും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മറച്ചു വെക്കുന്ന തെറ്റ് തന്നെയാണ്. മറച്ചു വെക്കുന്ന തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് കൃത്യമായ സൂചന കിട്ടാൻ സംസാരിക്കില്ല എന്ന് അറിയാമല്ലോ, അതിനറിയാമല്ലോ. അപ്പോൾ ഇത് നിർബന്ധം ഇവിടെ കൊണ്ട് പത്രസമ്മേളനം ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിക്കുന്ന സർക്കാരാണ്. അപ്പോൾ ഇത് പുറത്തു പോകാതിരിക്കാനായിട്ട് ഗവൺമെൻറ് സ്വാധീനം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കൃത്യമായ തെളിവില്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഒരു ഡോക്ടറിലോ അല്ലെങ്കിൽ ഒരു ടീമിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഉത്തരവാദിത്വമാണ്. സർക്കാർ ചികിത്സിക്കുന്ന ആകെ 30% രോഗികളാണ്. നേരത്തെ സുഹൃത്ത് പറഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചിലവ്. അത് സത്യമാണ്. പക്ഷേ അത് 70% ജനങ്ങൾ സ്വന്തം കഴിയുന്നതാണ്. ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷെ അതിൻ്റെ 70% ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിൽക്കുകയാണ്, അല്ല സർക്കാരല്ലേ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്നെ കൂടെ സാക്ഷിയാക്കി റെജി പറഞ്ഞു, ഞാനതിന് കൂട്ടുന്നു നിൽക്കുന്നില്ല. കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർക്കാനായിട്ടാണ് കുപ്രചരണമാണ് പറഞ്ഞത്. തെറ്റാണ്. മുഖ്യമന്ത്രി പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. നമ്മൾ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞു, തിരുത്തുമെന്നല്ലേ പറയുന്നത്. തിരുത്താറുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തെറ്റുപറ്റി നമ്മൾ തിരുത്തണം. അത് പറയുമ്പോഴത്തേക്കും ഇത് കേരളത്തിൻ്റെ 1-ാം നമ്പർ സ്ഥാനം കളയാൻ വേണ്ടി കുപ്രചരണമാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അങ്ങനല്ല, തിരുത്തലിലൂടെയാണ്. മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നതിന് തിരുത്തലിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന പല മരുന്നുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, പുതിയ മരുന്നുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ തിരുത്തി തന്നെ പോകണം. അപകടങ്ങൾ പറ്റിയാൽ തിരുത്തണം. അത് നമ്മൾ പറയുക മാത്രമല്ല ഈ പിഴവ് മാത്രമല്ലല്ലോ ഡോക്ടർ എസ് ലാൽ. ഈ ഡോക്ടർക്കെതിരായ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം പണം ജനങ്ങളിൽ നിന്ന് വാങ്ങി, അദ്ദേഹം സർജറിയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട് മാനിപ്പുലേഷൻ നടത്തി, ഇങ്ങനെ പല ആരോപണങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കുക. അല്ലെങ്കിൽ ഇത്രയും വിവാദമായ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു നടപടിയോ ചോദ്യം ചെയ്യലെങ്കിലും ഉണ്ടാവുക, വിശദീകരണം തേടലെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കണ്ടേ? അതേത് ഡോക്ടർ ചെയ്താലും തെറ്റാണ്. ഓപ്പറേഷന് വേണ്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പണം വാങ്ങിച്ചെങ്കിൽ അതിന് യാതൊരു ന്യായീകരണമില്ല. അത് ഒരു ന്യായീകരിക്കാനേ കഴിയില്ല. പിന്നെ ഒരു റെജി പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട. മെഡിക്കൽ കോളേജുകളിൽ സ്വകാര്യ പ്രാക്ടീസ് നിർത്തിയിട്ടുണ്ട്. അവിടെ പ്രാക്ടീസ് റിലേ ചെയ്യുന്നതിന് തെറ്റാണ്. ആരോഗ്യവകുപ്പിൽ ഇപ്പോഴും സ്വകാര്യ പ്രാക്ടീസ് അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ശമ്പളം കുറച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് സൗജന്യമാണ്. മാത്രമല്ല രോഗികളുടെ സൈഡിൽ നോക്കണം. ആശുപത്രികളിൽ ചിലപ്പോൾ പകൽ സമയം വരാൻ പറ്റാത്ത തൊഴിലാളിക്ക് വൈകുന്നേരം ഡോക്ടറെ പോയി കാണണം. സർക്കാർ ഡോക്ടർ ചികിത്സ കൊടുക്കുന്നുണ്ട്. അല്ല ഡോക്ടർ, വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുമ്പോൾ അത് ജനറൽ ആശുപത്രിയിലെ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലെ ശസ്ത്രക്രിയ നേരത്തെ ആക്കാൻ വേണ്ടി പണം വാങ്ങാനുള്ള സംവിധാനമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണ്. ചെയ്തുകൂടെ. അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്തുകൂടെ. വീട്ടിൽ വന്നൊരു പനിക്കോ അല്ലെങ്കിൽ അസുഖത്തിന് വരുമ്പോൾ കൺസൾട്ടേഷൻ വാങ്ങുന്നവരുണ്ടായിരിക്കാം. അത് അവരുടെ തീരുമാനമാണ്. സർക്കാർ അനുവദിച്ചിരിക്കുമ്പോൾ വാങ്ങാത്തവർ, ഞാനത് വാങ്ങിച്ചിട്ടില്ല, വേണ്ടെന്ന് പറയുക. അപ്പോൾ വീട്ടിൽ വന്ന ഒരാളെ കണ്ടാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒറ്റ കാരണം ഞാൻ പൈസ വാങ്ങില്ലായിരുന്നു, നോക്കേണ്ടി വരും. വരുമ്പോൾ വളരെ അടുത്തൊരാളായിരിക്കും വീട്ടിൽ കയറി വരുന്നത്, അയാൾ നോക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നോക്കി നമ്മൾ പൈസ വാങ്ങാതിരിക്കും. വാങ്ങുന്നതിന് സർക്കാർ അനുവാദം കൊടുത്തുകൊണ്ട് വാങ്ങുന്നവർ പോകാം. പക്ഷേ സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ ഓപ്പറേഷന് വേണ്ടിയിട്ട് നേരത്തെ ഡേറ്റ് കിട്ടാൻ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നെങ്കിൽ അത് സത്യം പറയുക ക്രിമിനൽ കുറ്റമാണ്. അത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പണം കൊണ്ട് പഠിച്ചവരും കൂടെയാണ് മിക്കവാറും എല്ലാവരും. നികുതി പണം കൊണ്ട് പഠിച്ചവർ തിരിച്ച് അവിടെ സ്വന്തം ആശുപത്രിയിലിരുന്ന് ക്ലിനിക്കിലിരുന്ന് പണപ്പിരിവ് നടത്തുന്നത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു ന്യായീകരണവും ഇല്ല. തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഇനി ആ പ്രാക്ടീസ് മാറ്റാനായിട്ട് ഡോക്ടർമാരുടെ സംഘടനകൾ തന്നെ ശ്രമിക്കും. ശരി. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കേണ്ടതും വേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ ഈ ഡോക്ടറെ കൂടി, ഈ ആരോപണ വിധേയനായ ഡോക്ടറെ കൂടി ഉൾപ്പെടുത്തുകയല്ല, ആ ഡോക്ടർ എങ്ങനെയാണ് അതിൽ ഇടപെട്ടത് എന്നതുകൂടി പരിശോധിക്കാൻ മറ്റൊരു സ്വതന്ത്ര സമിതിയെ രൂപീകരിക്കുകയായിരുന്നു വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് സ്വാഭാവികമായും വിചാരിക്കാൻ കഴിയുന്ന കാരണങ്ങൾ. അല്ലാതെ ഈ ഡോക്ടർ കൂടി അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സമിതിയെ വെച്ച് അന്വേഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്രത്തോളം അഭിലഷണീയമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഒരു സർക്കാർ ആശുപത്രിയിൽ കാണാൻ വരുന്ന രോഗി ഏതാ, എനിക്കവിടെ ക്ലിനിക്കുണ്ട് അവിടെ വരൂ എന്ന് പറഞ്ഞാൽ അതേ രോഗത്തിന് വേണ്ടി സ്വന്തം ക്ലിനിക്കിലേക്കും കൂടി സ്വകാര്യ പ്രാക്ടീസിനും കൂടി വരാൻ ഈ ഡോക്ടർ സമ്മതം നൽകിയിട്ടായിരിക്കണമല്ലോ സ്വാഭാവികമായും വരിക. ഇതൊക്കെ അന്വേഷിക്കേണ്ടതും ഇവിടെയൊക്കെ തിരുത്തലുകൾ വേണ്ടതും ശുദ്ധീകരണം വേണ്ടതുമാണ്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ സർക്കാർ എടുക്കുന്ന നടപടികളെ കുറിച്ച്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ FIR ഇട്ടതിനപ്പുറത്ത് ആ ഡോക്ടർക്കെതിരെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ച നടപടി അങ്ങൊന്ന് വിശദീകരിച്ചു തരാമോ? അല്ല മാധു, ഇത് 2 ദിവസമായുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്ര സാധുക്കളായിട്ടാണ് നേരത്തെ ഇത് പരാതി കൊടുക്കഴിഞ്ഞത്. അവിടെയാണ് നമ്മൾ ആ കുടുംബത്തോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ആ സുമയ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ എത്ര ലളിതമായിട്ടും ശാന്തമായിട്ടും ഒരു കുറ്റപ്പെടുത്തലും നടത്താണ്ട് തനിക്ക് വന്നത് റെക്ടിഫൈ ചെയ്ത് തരണം, അത് പിന്നെ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണമെന്നല്ലാണ്ട് അവർ വേറൊന്നും പറഞ്ഞില്ല. ഇവിടെ സർക്കാരുടെ നടപടികളെക്കുറിച്ച് ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തും സുമയയും പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് നേരിട്ട് കണ്ട് സംസാരിച്ചു. ആരോഗ്യ ഡയറക്ടർ ഇന്ന് മുഖ്യമന്ത്രിയുടെ നെയ്യാറ്റിൻകരയിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് മനഃപൂർവ്വം അവർ ഒഴിവാക്കിയൊന്നുമില്ല. അങ്ങനെ ഒഴിവാക്കത്തുമില്ല. അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് ഒരു ഗവൺമെൻറ്റിനും. അപ്പോൾ അവരോട് പറഞ്ഞതെന്നു വെച്ചാൽ പുറത്ത് പോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ആവശ്യം എന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം നൽകും. ഈ ഡോക്ടർക്കെതിരെ കർശനമായി തന്നോട് സ്വീകരിക്കുന്നത് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ അത് വിമർശിക്കാനുള്ള സമയം പോലും ആയിട്ടില്ല.
ഞാൻ ചോദിച്ചതല്ല, ഇവിടെ ഞാൻ വിമർശനമൊന്നും ഉന്നയിച്ചില്ല. ഞാൻ ചോദിച്ചത് അങ്ങ് നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ നടപടികളെ കുറിച്ച് അങ്ങ് വളരെ അഭിമാന ബോധത്തോടെ പറയുന്നുണ്ടായിരുന്നു. FIR ഇട്ടില്ലേ, കേസെടുത്തില്ലേ എന്നൊക്കെ. FIR ഇടുക, കേസെടുക്കുക എന്ന് പറയുന്നത് ലോകത്തേതു മനുഷ്യനും കിട്ടുന്ന നീതിയാണ്. അത് നീതി അല്ലാതെ ഒരു നടപടിക്രമമാണ്. അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ FIR ഇടില്ല കേട്ടോ എന്ന് പറയാൻ നടക്കില്ല. അത് ഈ നാട്ടിൽ എന്തായാലും നടക്കില്ല എന്ന് വിചാരിക്കുന്നു, കുറെ ഏറെയെങ്കിലും. അതിനപ്പുറത്ത് ആരോഗ്യ വകുപ്പ് എന്ത് നടപടി എടുത്തു? ഈ ഡോക്ടറുടെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുകയോ വീഴ്ച വരുത്തിയിട്ടുള്ളതിൽ വിശദീകരണം ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ല, തീർച്ചയായിട്ടും ആ ചോദ്യത്തിനായ ഞാൻ അതിനെ ആൻസർ ചെയ്തത്. കാരണം ഇന്നാണ് ഇപ്പോൾ അസിസ്റ്റന്റ് ജോയിന്റ് ഡയറക്ടർ ഇവരുമായിട്ട് കണ്ട് സംസാരിച്ച് വളരെ വിശദമായിട്ട് തന്നെ അവരുമായിട്ട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നടപടി എന്താണ് വരുന്നതിനെ കുറിച്ച് നമ്മൾ കാത്തിരിക്കാതെ കണ്ട് പെട്ടെന്ന് കയറി സർക്കാർ കയറി ഇപ്പോൾ അയാളെ പിരിച്ചുവിടാൻ പറ്റും. അന്വേഷണം നടത്തും. അതിനൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 3 അംഗ ഡോക്ടേഴ്സിന്റെ പിരിച്ചുവിടണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശ്രീചിത്രയിൽ ഈ സംഭവം വരുമ്പോൾ അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടൊരു പിഴവ് ഉണ്ടായിട്ടുണ്ട്, അതിലൊരു വിക്ടിം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സംവിധാനം തിരിച്ചറിയുമ്പോൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ, അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് വരെ കാത്തിരുന്നത് പോലും പിഴവാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് നടപടി എടുത്തു വെച്ചാൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ, മാനുഷികമാണ് ശരി, പക്ഷെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അന്വേഷണമുണ്ടോ? ഈ വിദഗ്ധ സമിതിക്ക് പോലും ഇതേ ഡോക്ടർ, ഈ ആരോപണ വിധേയനായ ഡോക്ടർ അടക്കമുള്ളവരാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക? നോക്കൂ, ഇതിൽ ഇരയായിട്ടുള്ള, ഇതിൽ വിക്ടിമായിട്ടുള്ള ആൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നു എന്നതിനെയാണോ ഒരു പ്രിവിലേജായി കാണേണ്ടത്? അല്ല, ഞാനതല്ല പറഞ്ഞത്. ഞാനതിനെ വളരെ എന്താ പറയുക, വളരെ അനുകമ്പയോട് സംസാരിച്ചതാണ്. നിങ്ങൾ കുറ്റാരോപിക്കും ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് 2023 സംഭവിച്ചതാണ്. 2 വർഷത്തെ ഡ്യൂറേഷൻ ഉണ്ട് ഈ സംഭവത്തിന്. ആ 2 വർഷവും ഇത് മറച്ചു വെച്ചത് ഈ പാവം സുമയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുഴപ്പമില്ല, അത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറിച്ച് പൈസയൊക്കെ കൊടുത്ത് അതെല്ലാം അത് മൂടി വെച്ചതിന്റെ കുറ്റവാളി ആ ഡോക്ടർ തന്നെയാണ്. നടപടി എടുത്തു എന്നാണ് ഞാനും ചോദിച്ചത് ശ്രീ റെജി ലൂക്കോസ്. ഞാനും ചോദിച്ചത് തന്നെയാണ്. ഇതിന്റെ പ്രൊസീജിയറിൽ മാറ്റം വന്നിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായത്. ശരി. അല്ല, അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ തർക്കമില്ല ആ കാര്യത്തിൽ. ഈ കാര്യത്തിൽ തർക്കിക്കാനോ ആരെങ്കിലും കുറ്റം ആരോപിക്കാനോ ഈ സംവിധാനം മുഴുവനും പിഴച്ചുപോയി എന്നൊന്നും പറയാനുമല്ല ഞാനും ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ അതിനൊരു പരിഹാരം കാണാൻ, അതിനെ മാനുഷിക മൂല്യത്തോടെ അഡ്രസ് ചെയ്യാനുള്ള ശ്രമം എത്രത്തോളം ഈ സംവിധാനത്തിനുള്ളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രാഥമികമായി പരിഗണിക്കേണ്ടത് അവർക്ക് തുടർ ചികിത്സ ലഭ്യമാകേണ്ടതുണ്ട്. അത് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകേണ്ടതുണ്ട്. അതിന് ഏത് ആശുപത്രിയിൽ പോകണമോ, ഏത് ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കണമോ അവിടെ സർക്കാരിന്റെ അസിസ്റ്റൻസ് ഉണ്ടാവണം എന്നുള്ളത് സംബന്ധിച്ച ഉറപ്പ് അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. അതിലെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഏറ്റവും മികച്ച സംവിധാനം, സർവീസ് ഈ സംവിധാനം ഉറപ്പ് നൽകേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബോധ്യം. കാരണം നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണ്. അവിടെ ഒരൊറ്റ പൗരന് അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് വളരെ കാര്യക്ഷമമായി പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്നതാകണം ഈ സംവിധാനം എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ടത് എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സംഭവം നമ്മളൊരു പ്രൈം ടൈം ഡിബേറ്റിന് വേണ്ടി, ഒരു എഡിറ്റോറിയൽ ഡിബേറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതിൽ ഈ സംവിധാനം ജാഗ്രത പുലർത്തണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.